കേരള PSC, കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ അംഗസംഘടനകളിൽ സ്ഥിരമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കായിട്ട് വാച്ച്മാൻ പോസ്റ്റിലേക്ക് പുതിയൊരു അവസരം വിളിച്ചിട്ടുണ്ട്. സൊസൈറ്റി വിഭാഗത്തിലൂടെയുള്ള നിയമനമാണ്. പോസ്റ്റിന്റെ പ്രധാന വിവരങ്ങൾ നമുക്ക് നോക്കാം. സ്ഥാപനം കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് SC/ST ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ്സ്. പോസ്റ്റ് വാച്ച്മാൻ. സാലറി വന്നിട്ട് 16,500 രൂപ മുതൽ 37,500 രൂപ വരെയാണ്. ഒഴിവുകൾ 1. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ജൂൺ 4 ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ്. അതേപോലെ സ്ത്രീകൾക്കും ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഈ പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാനാകില്ല. അതേപോലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. അപേക്ഷിക്കാനുള്ള യോഗ്യത, അതായത് ഫെഡറേഷനുമായി ബന്ധപ്പെട്ട അംഗസംഘടനയിൽ 3 വർഷം സ്ഥിരമായി ജോലി ചെയ്തിരിക്കണം. അതുപോലെ തന്നെ 7ാം ക്ലാസ് പാസ്സായിരിക്കണം. സൈക്കിൾ ഓടിക്കാനുള്ള അറിവും ആവശ്യമാണ്. അതേപോലെ 18 മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപേക്ഷിക്കുമ്പോൾ അസിസ്റ്റന്റ് രജിസ്ട്രാർ നൽകുന്ന സർവീസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ സർട്ടിഫിക്കറ്റില് നിങ്ങളുടെ പേര്, നിങ്ങൾ ചെയ്ത ജോലിയുടെ പോസ്റ്റ് ഏതാണ്, അതിന്റെ ശമ്പളം എത്രയായിരുന്നു, അതേപോലെ ഇപ്പോഴത്തെ പോസ്റ്റ് എന്താണ്, നിലവിലെ ശമ്പളം എത്രയാണ്, അതേപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന അംഗസംഘടനയുടെ പേര്, ആ അംഗസംഘടനാ ഫെഡറേഷനിൽ അംഗത്വം ലഭിച്ച തീയതി എത്രയാണ്, അതേപോലെ നിങ്ങൾ ഈ ജോലിക്ക് തുടങ്ങിയ തീയതിയും ഇപ്പോൾ ഏത് പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നതെന്നും വിശദമായി എഴുതിയതിനു ശേഷം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഒപ്പുവെച്ച് അത് ശരിയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കണം. അതുപോലെ ഓഫീസ് സീലും അടച്ചിരിക്കണം. അതായത് നിങ്ങൾ ഇപ്പോൾ അംഗസംഘടനയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പോസ്റ്റ്, ഏതേത് പോസ്റ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന്റെ നിലവിലെ ശമ്പളം എത്രയെന്നതെല്ലാം ആ ഫോമിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഈ സർട്ടിഫിക്കറ്റ് അപേക്ഷയുടെ സമയത്ത് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ അപേക്ഷ സ്വീകരിക്കില്ല. ഇത്രയും കാര്യങ്ങൾ ഈ പോസ്റ്റിനായിട്ട് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കുക. 22/2025 എന്ന ഈ കാറ്റഗറി നമ്പർ സൊസൈറ്റി കാറ്റഗറിയിലേക്കുള്ള ഒഴിവാണ്. അതായത് ഫെഡറേഷനുമായി ബന്ധപ്പെട്ട സഹകരണ സംഘത്തിൽ ജോലി ചെയ്യുന്നവർക്കായിട്ട് ഉള്ളത്. നിങ്ങൾ ഈ ഫെഡറേഷനുമായി ബന്ധമുള്ള ഈ അംഗസംഘത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഈ കാറ്റഗറിയിൽ, സൊസൈറ്റി കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 21/2025 എന്നുള്ള ജനറൽ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനറൽ കാറ്റഗറീസിന്റെ പോസ്റ്റ് വാച്ച്മാൻ ശമ്പള പരിധി വരുന്നത് 16,500 മുതൽ 37,500 വരെ. പക്ഷെ സ്ത്രീകൾക്കും ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും, അതായത് ഭിന്നശേഷിയുള്ളവർക്കൊന്നും അപേക്ഷിക്കാനാവില്ല. ഇത് നിയമനം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരും ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ആണ്. നിയമന രീതി എന്ന് പറയുന്നത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്, അതായത് നേരിട്ടുള്ള നിയമനം. PSCയുടെ വെബ്സൈറ്റിലൂടെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം, സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ജനറൽ സൊസൈറ്റി വിഭാഗങ്ങൾക്ക് 1:1 എന്ന അനുപാതത്തിലായിരിക്കും ഒഴിവുകൾ വിതരണം ചെയ്യുന്നത്. അതായത് ഫെഡറേഷനിലെ ഒഴിവുകൾ 2ആയിട്ട് വിഭജിക്കപ്പെടും. 50% ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ, അതായത് എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ 50% സൊസൈറ്റി കാറ്റഗറിക്കാണ്, അതായത് ഫെഡറേഷനുമായി ബന്ധപ്പെട്ട അംഗസംഘടനയിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രം. അതുപോലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലികമായി ജോലി ചെയ്തവർക്ക്, അതായത് പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്നവർക്ക് പ്രായ ഇളവുണ്ട്. കുറഞ്ഞത് 1 വർഷം പക്ഷേ സേവനം ഉണ്ടായിരിക്കണം. പരമാവധി 5 വർഷം വരെ പ്രായ ഇളവ് ഉണ്ടായിരിക്കും. പക്ഷെ റെഗുലർ ജോലി ലഭിച്ചാൽ ഈ ഇളവ് ബാധകമല്ല. പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്നവർക്ക് മാത്രമാണ് 5 വർഷം പ്രായ ഇളവ് ഉണ്ടായിരിക്കുന്നത്. അവർക്ക് 1 വർഷത്തെ സേവനം ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെ ആണെങ്കിലും നമ്മുടെ OBC, SC/ST, പിന്നെ അതേപോലെ എക്സ് സർവീസ്മാൻ ഇവർക്ക് നിയമാനുസൃതമായ ഇളവ് പ്രായപരിധിയിൽ ലഭിക്കും. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ 4 ആണ്. അർഹരായവർ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.